കൗൺസിലർ മോശപ്പെട്ട സംസാരം രണ്ടാഴ്ചയായി നഗരത്തിലെ പല ഭാഗത്തും കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കെ സ്വകാര്യ താൽപര്യങ്ങൾക്കായി അധികാരം ദുർവിനിയോഗം നടന്നുവെന്ന് നാട്ടുകാർ. ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ഇടപ്പഴിഞ്ഞി CSM നഗറിൽ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടും കുടിവെള്ളം കിട്ടാതെ നാട്ടുകാർ നെട്ടോട്ടം ഓടുമ്പോൾ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിന്റെ വീട്ടിലേക്ക് മാത്രമായി കുടിവെള്ള കണക്ഷൻ നൽകാനെത്തിയ വാട്ടർ അതോറിറ്റി അധികൃതരെ നാട്ടുകാർ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ ജനം വലഞ്ഞിട്ടും ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ പോലും ജല അതോറിറ്റി ശ്രമിച്ചിരുന്നില്ല. 3 മാസക്കാലം കൊണ്ട് ഈ എടപ്പഴിഞ്ഞി പാലോട്ടുകോണം ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പേരിലും അല്ലാതെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പേരിലുമൊക്കെ ഞങ്ങൾ പല പ്രാവശ്യമായി വാട്ടർ അതോറിറ്റിയിൽ സമര കാര്യങ്ങളുമായി മുമ്പോട്ട് പോയിരുന്നു. അവിടെ നിന്ന് ആ പോകുന്ന സമയങ്ങളിലൊക്കെ 2-3 ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നിൽക്കുന്നു. ആ പ്രവണത ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ കൗൺസിലറും കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രദേശത്ത് മുഴുവൻ നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ലൈൻ വഴി എല്ലാ വീടുകളിലേക്കും ഹൗസ് കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ കണക്ഷൻ ഇപ്പോൾ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആ ഏർപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കണക്ഷനുകളും ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളിലായി വച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത് ഇതുവരെ വീടുകളിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ആ തരത്തിലേക്കാണ് ഇപ്പോൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് വേഴാമ്പലിനെ പോലെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തുടങ്ങിയ ഭാഗത്തു നിന്നും അല്ലാതെ മധ്യഭാഗത്ത് നിന്ന് ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കൗൺസിലറുടെ ഒരു പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. ആ സ്ഥലത്ത് കുറച്ച് സ്റ്റുഡൻസിനെ താമസിപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇന്നിപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് വാട്ടർ അതോറിറ്റിയിലെ ആളുകൾ ഇവിടെ വന്നിരുന്നു. അത് വന്നിരുന്നതിന് ഞങ്ങളത് സാധിക്കില്ല. അവർക്കും കിട്ടണം. ഞങ്ങൾ ഒരിക്കലും അവർക്ക് വെള്ളം കിട്ടരുതെന്നുള്ള അഭിപ്രായക്കാരൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൺട്രോൾ റൂമിലും പരാതി അറിയിക്കാനുള്ള നമ്പറിലും വിളിക്കുമ്പോൾ പലതരം മറുപടികളാണ് ലഭിക്കുന്നത്. ഇതിനിടയിലാണ് ഡെപ്യൂട്ടി മേയറുടെ ആവശ്യങ്ങൾക്കായുള്ള അധികാര ദുർവിനിയോഗം. വഴുതക്കാട്, ഈശ്വരവിലാസം, പാലോട്ടുകോണം റോഡ്, CSM നഗർ, ഇടപ്പഴിഞ്ഞി, ഉദാര ശിരോമണി റോഡ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം കിട്ടിയിട്ട് 2 ആഴ്ചയിൽ കൂടുതലായി. ടാങ്കറുകളിൽ വല്ലപ്പോഴും ലഭിക്കുന്ന വെള്ളമാണ് പ്രദേശവാസികളുടെ ആശ്രയം. തുടക്കത്തിൽ രാത്രി നൂല് പോലെ വെള്ളം വന്നിരുന്നു. ദിവസങ്ങളായി ഒട്ടും വെള്ളം ലഭിക്കുന്നില്ല. കാരണം മാത്രം ഇപ്പോഴും വ്യക്തമല്ല. നിർമ്മാണം നടക്കുന്നതടക്കമുള്ള ചില ഫ്ളാറ്റുകളിലേക്ക് വെള്ളം വഴിതിരിച്ചുവിടുന്നതാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. ജലസംഭരണിയിൽ വെള്ളത്തിന്റെ അളവ് താഴ്ന്നതാണ് കാരണമെന്നാണ് ഒരിക്കൽ ജല അതോറിറ്റി അറിയിച്ചത്. പിന്നെ പറഞ്ഞത് അരുവിക്കരയിൽ നിന്നുള്ള പമ്പിങ്ങിന്റെ പ്രശ്നമാണെന്നാണ്. അവസാനം പൈപ്പ് പൊട്ടിയതാണെന്നും വെള്ളം നഷ്ടപ്പെടുന്നുണ്ടെന്നുമാണ് പറയുന്നത്. പൈപ്പ് പൊട്ടിയത് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളം കിട്ടാതായതോടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ താമസിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഭക്ഷണത്തിന് ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. കുടിക്കാനായി കുപ്പിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൊള്ളവിലയ്ക്ക് പണം നൽകി ടാങ്കറുകളിൽ വെള്ളം വീടുകളിൽ എത്തിച്ചാണ് പലരും പരിഹാരം കാണുന്നത്. എന്നാൽ ഈ പ്രശ്നം എന്ന് പരിഹരിക്കുമെന്നത് വ്യക്തമായ ഉത്തരം നൽകാൻ ജല അതോറിറ്റി അധികൃതർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ഡെപ്യൂട്ടി മേയർക്ക് വേണ്ടിയുള്ള അധികാര ദുർവിനിയോഗവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.